നമസ്കാരം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയായ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പ്രഥമ വൈസ് ചാൻസലറായ ഡോക്ടർ സജി ഗോപിനാഥാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ടെക്നോളജി ടോക്കിൽ വന്നിട്ടുള്ളത്. ടെക്നോളജി മേഖലയിലുള്ള പുതിയ മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചാ പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഈ സെഷൻ ഇവിടെ നടക്കുന്നത്. നമസ്കാരം സാർ, ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സാറിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രോത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന ഈ പദവിയിലിരിക്കുന്നതിന് മുമ്പ് സാർ പഠിച്ചത് ടെക്നോളജിയാണ്. അതിനുശേഷം പിന്നീട് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദവും PhDയും കഴിഞ്ഞതിന് ശേഷം ഒരു കോർപ്പറേറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്തത്. L&Tയും ONGCയും പോലുള്ള വലിയ കമ്പനികളിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് അക്കാദമിക മേഖലയിലേക്ക് വരുന്നതും അക്കാദമിക മേഖലയിൽ നിന്ന് പിന്നെ തിരിച്ച് ഒരു പോക്കും ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേറ്റ് മേഖലയിലേക്കും അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയുടെ മേഖലയിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു മാറ്റമാണ് സാറിൻ്റെ ഒരു കരിയറിലുടനീളം സംഭവിച്ചിട്ടുള്ളത്. ഇതിനൊരു വാല്യൂ അഡിഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറമേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനെപ്പറ്റി എന്താണ്? ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയത്. അതിനുശേഷം താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യയിലെ 2 പ്രശസ്തമായ കമ്പനികളിൽ ലാർസൻ ആൻഡ് ട്യൂബ്രോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ പ്രൈവറ്റ് സെക്ടർ കമ്പനിയാണ്. അതിനുശേഷം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ഈ 2 ഓർഗനൈസേഷൻസിലും വർക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് അക്കാഡമിക്സിലേക്ക് മാറിയത്. എൻ്റെ PG കഴിഞ്ഞ ശേഷം അക്കാഡമിക്സിലേക്ക് മാറിയത്. അതിന് ഒരു കാരണം എന്നുള്ളത് ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ളവർ അക്കാഡമിയിലുള്ളവർ ഇൻഡസ്ട്രിയിലും ഇമേഴ്സ് ചെയ്യപ്പെടണം. അവർ വെറുതെ പെരിഫറലായിട്ടല്ല, നമ്മളതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഇൻഡസ്ട്രിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നമുക്ക് ഏറ്റവും പുതിയ മേഖലയിലുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യാൻ കഴിയും, പ്രാക്ടിക്കലായിട്ട് ചലഞ്ചുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അക്കാഡമിക്സിന് മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അക്കാഡമിക്സിൽ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അക്കാഡമിക്സിന് ഒരുപാട് അവസരമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു അവസരം കിട്ടിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് 1997 സ്ഥാപിച്ചപ്പോൾ തന്നെ എനിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. 2000 മുതൽ ഞാൻ അവിടുത്തെ അധ്യാപകനായിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടി. മാത്രമല്ല ഒരു IIMൻ്റെ കോണ്ടെക്സ്റ്റ്, എൻ്റെ കരിയറിൻ്റെ മുഖ്യഭാഗവും ഞാൻ IIMലാണ് സ്പെൻഡ് ചെയ്തത്. IIM എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടക്കം മുതൽ തന്നെ, അത് IIM കോഴിക്കോടല്ല, IIM എന്നുള്ള സ്ഥാപനം തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ സ്ഥാപക ഫൗണ്ടേഴ്സ് തീരുമാനിച്ചിരുന്നു, മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ ശക്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ ക്ലോസർ ആവണം. അപ്പോൾ അതിന് അവർ അഡോപ്റ്റ് ചെയ്ത ഒരു വലിയ മാർഗ്ഗമെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻസിയാണ്. മറ്റു പല വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് IIMലെ ഫാക്കൽറ്റിയുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റിലെ ഒരു ഭാഗമാണ് ഇൻഡസ്ട്രിയെ ട്രെയിൻ ചെയ്യുക, ഇൻഡസ്ട്രിയെ കൺസൾട്ടിങ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് എന്താണ് വ്യവസായത്തിൽ നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് ഒരുപക്ഷെ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞത്. കാര്യം ആ കാലഘട്ടം മുഴുവൻ, അതായത് 2000 മുതൽ 2017 വരെയും പല കമ്പനികളുമായിട്ടും സർവീസ് സെക്ടറിലുള്ളതും മാനുഫാക്ചറിംഗ് സെക്ടറിലുള്ളതും പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒക്കെ ഇത് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാനും പല കൺസൾട്ടിങ് അസൈൻമെൻറ്റുകൾ ചെയ്യാനും ഒക്കെ അവസരം കിട്ടുകയുണ്ടായി. അത് ഒരുപക്ഷെ ഈ തിരിച്ചുള്ള ട്രാൻസിഷന് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയിട്ട് എനിക്ക് 3 കൊല്ലം ഇരിക്കാൻ കഴിഞ്ഞു, അതിലേക്ക് മാറാൻ കഴിഞ്ഞു. പിന്നീട് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ IIITM ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് നമ്മൾ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഉണ്ടാക്കിയപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ടുള്ള ലിങ്കേജ് അല്ലെങ്കിൽ അതൊരു വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടാണെന്ന് തോന്നുന്നത്. അക്കാദമിക മേഖലയിലുള്ള സാറിൻ്റെ ഇടപെടലിനെ പറ്റി നോക്കുമ്പോഴും അതും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സ്പെക്ട്രം അതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ IISc, IIM, ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടിരിക്കുന്നു. ഇതിന് പുറമെ യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പല റോളും ഫാക്കൽറ്റി മെമ്പറായിട്ടും അതിൻ്റെ വിവിധ തലങ്ങളിലും സാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രയോറിറ്റികൾ എന്തായിരിക്കണം എന്നാണ് കരുതുന്നത്? ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ മേഖല ലോകത്ത് തന്നെ, അത് കേരളവും ഇന്ത്യയും മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു മേഖലയാണ്. കാര്യം നമുക്കറിയാമെന്നുള്ള എല്ലാ സെക്ടറുകളിലും പലപ്പോഴും ഡിസ്റപ്ഷൻസ് വരാറുണ്ട്.
അത് സാങ്കേതികവിദ്യ വരുമ്പോൾ പലപ്പോഴും ഡിസ്റപ്ഷൻസ് വരാറുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണുകൾ വന്നപ്പോൾ നമുക്കറിയാമെന്നുള്ള ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ മാറിപ്പോയി. കാര്യം ക്യാമറ ഇൻഡസ്ട്രി മാറുകയുണ്ടായി, കൺവെർജൻസ് വന്നപ്പോൾ. ഇതുപോലെ ഏത് ഇൻഡസ്ട്രി എടുത്താലും ഒരു പുതിയൊരു സാങ്കേതികവിദ്യ വരുമ്പോൾ ഒരു മേജർ ഒരു ചേഞ്ച് വരാറുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ മേഖല ഒരുപക്ഷെ ഇത്രയും കാലമായിട്ട് സർവൈവ് ചെയ്തൊരു മേഖലയാണ്. ഒരു വലിയ ഡീപ്പറായിട്ടുള്ള ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഏറ്റവും കുറഞ്ഞ മാറ്റങ്ങൾ നടക്കുന്നത് യൂണിവേഴ്സിറ്റിക്കകത്താണെന്ന് ഞാൻ 1961 ഒരു പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിപ്പോൾ നടക്കുകയാണ്. 2-3 മാറ്റങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, കോവിഡ് കാരണം ഡിജിറ്റൽ എഡ്യൂക്കേഷൻ വളരെ പോപ്പുലറായി. 2, കോവിഡിന് കുറച്ചു കാലം മുമ്പ് തന്നെ ഈ ഗ്ലോബലി മൂക്ക് എന്ന് പറയുന്നത്, അതായത് മാസീവ് ഓപ്പൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ പോപ്പുലറായി. അതുവരെ നിഷായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന കോഴ്സുകൾ ഒരു സ്റ്റാൻഫോർഡിലോ MIT-യിലോ പ്രിൻസ്റ്റണിലോ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ചെറിയൊരു ക്ലാസ് റൂമിൽ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന കോഴ്സുകൾ അവർ ലോകം മൊത്തം ഓപ്പൺ ആക്കി. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനുമായിട്ട് സംവദിക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇതൊരു വലിയ ചേഞ്ചാണ്. മൂന്നാമത്തെ ചേഞ്ച്, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വി ഹാവ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിച്ച് കെയിം ഇൻ 2020. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യമായിട്ട് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയുടെ ഓട്ടോണമിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും പറയുന്നത് കോളേജിൻ്റെ ഓട്ടോണമി അല്ലെങ്കിൽ ഒരുപക്ഷെ അധ്യാപകൻ്റെ ഓട്ടോണമി പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥിക്ക് എന്ത് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് പഠിക്കണം. അതല്ലാതെ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംഗീതം ഇഷ്ടമാണെങ്കിൽ അയാൾ അതും കൂടെ പഠിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പഠിക്കരുതേ എന്ന് നമ്മൾ പറയുള്ളൂ. യൂണിവേഴ്സിറ്റികൾ ഒരിക്കലും ഒരു കോഴ്സിൽ കൂടുതൽ ചെയ്യാൻ സമ്മതിച്ചില്ല. 2020 ആദ്യമായിട്ട് അത് വന്നു. അതായത് ഇറ്റ് ഈസ് എൻ ഓട്ടോണമി ഓഫ് ദി ലേണർ. ലേണർ ക്യാൻ ചൂസ് വാട്ട് ഓൾ ഹീ ഷുഡ് ലേൺ. ഹി ക്യാൻ ആക്ച്വലി ടേക്ക് കോമ്പിനേഷൻ ഓഫ് കോഴ്സ്. അത് പലതും ചിലപ്പോൾ ഒട്ടും ചേരാത്ത കോഴ്സുകൾ. ഇത് പക്ഷേ ഇന്ത്യക്ക് പുതുതാണെങ്കിലും ലോകത്തതല്ല. നമുക്കറിയാവുന്ന പ്രശസ്തരായ പല ആളുകളും സയൻസിന്റെ കൂടെ ഫിലോസഫിയും അല്ലെങ്കിൽ ഹിസ്റ്ററിയും ലിബറൽ ആർട്സും ഫൈൻ ആർട്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡൽ നമ്മുടെ നാട്ടിൽ വന്നു. മാത്രമല്ല, ഞാൻ ഒരു യൂണിവേഴ്സിറ്റി മാത്രം വെഡഡ് ആവണമെന്നില്ല. ഇപ്പോൾ ഇന്ന് IIT മദ്രാസിന്റെ ഒരു കോഴ്സ് ഉണ്ട്, ഡേറ്റ അനലിറ്റിക്സിന്റെ കോഴ്സ്. അവർ പറയുന്നത് നിങ്ങളുടെ കോളേജിൽ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ IIT മദ്രാസിലെ കോഴ്സും കൂടെ ചെയ്യുക. അപ്പോൾ പാരലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് വന്നു. ഇതാണ് മൂന്നാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഒരു ലിബറേഷൻ ഓഫ് ദി സ്റ്റുഡൻറ് അല്ലെങ്കിൽ ലിബറേഷൻ ഓഫ് ദി ലേണർ. ഇത് 100% ആയി എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു മാറ്റം വന്നു. ഇനി നാലാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്, അതും ഒരുപക്ഷെ കോവിഡിന്റെ കാരണം കൊണ്ടാവാം, അതോടൊപ്പം തന്നെ സാങ്കേതികവിദ്യ വളരെ പെട്ടെന്ന് ഫാസ്റ്റർ അഡോപ്ഷൻ വന്നു. കാര്യം നമ്മൾ പറയുന്ന പല ടെക്നോളജികളും, AI ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി, ഇവയെല്ലാം ജനറൽ പർപ്പസ് ടെക്നോളജികളായി. ഒരു ടെക്നോളജി ജനറൽ പർപ്പസ് ടെക്നോളജി ആകുമ്പം നമ്മൾ അതിനെ വളരെ അഡീഷണൽ ആയിട്ട് അഡോപ്റ്റ് ചെയ്യും. ഇപ്പം കമ്പ്യൂട്ടിംഗ് മാത്രം ചെയ്ത സമയത്ത് നമ്മൾ അത് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടർ മൂവി കാണിക്കുകയും കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ചെയ്തപ്പോഴാണ് നമ്മളത് എല്ലാവരും അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതാണ് മൊബൈൽ ഫോണിലും. അത് വെറുതെ കോൾ ചെയ്യാൻ മാത്രമായിരുന്നെങ്കിൽ മൊബൈൽ ഫോൺ അഡോപ്ഷൻ വളരെ ലിമിറ്റഡ് ആവും. പക്ഷെ മൊബൈൽ ഫോൺ കൺവേർജസ് എ ലോട്ട് ഓഫ് തിങ്സ്, പീപ്പിൾ സ്റ്റാർട്ട് അഡോപ്റ്റിംഗ് ഇറ്റ്. ഇന്നത്തെ AI അതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഡൂയിങ് എ ജനറൽ പർപ്പസ് സ്റ്റഫ്. അപ്പം അതിൻ്റെ ഒരു അഡോപ്ഷൻ വന്നു. ഈ അഡോപ്ഷൻ വന്നപ്പോൾ ഒരു ചലഞ്ച് വന്നു. കാരണം ഈ അഡോപ്ഷൻ റേറ്റ് വളരെ ഫാസ്റ്റാണ്. അതിനൊരു എക്കണോമിക് റീസൺ ഉണ്ട്. പക്ഷെ ആ അഡോപ്ഷൻ വളരെ ഫാസ്റ്റ് ആയപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു വലിയ ചലഞ്ച് വന്നു. എന്താണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ചെയ്യേണ്ടത്? അവർ ഫോക്കസ് ചെയ്യേണ്ടത് നോളജിനെയാണോ സ്കില്ലിനെയാണോ? നോളജ് വിൽ എൻഷുർ ദാറ്റ് യു വിൽ ഹാവ് എ ലൈഫ് ലോങ് ഗ്രോത്ത്. അപ്പോൾ സ്കിൽ വിൽ എൻഷുർ ദാറ്റ് യു വിൽ ഗെറ്റ് ദ ജോബ് ഓൺ ദ ഡേ വൺ. സാധാരണഗതിയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് നോളജിനെയാണ്. അവർ സ്കില്ലിന് ചെറിയ പ്രാധാന്യം കൊടുത്തുള്ളൂ. അത് മേ ബി പോളിടെക്നിക്കുകളോ അല്ലെങ്കിൽ ITകളോ കൊടുക്കുക. അപ്പോൾ ഒരു കുട്ടി ഒരു ജോലിക്ക് കയറുമ്പോൾ, ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ജോലിക്ക് കയറുമ്പോൾ അയാൾക്ക് നോളജേ ഉള്ളൂ. അയാൾക്ക് അന്ന് ഒരു ടാസ്ക് കൊടുത്താൽ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ ചെയ്തിരുന്നത്, നമ്മൾ എടുക്കുന്ന ഓർഗനൈസേഷൻ നമുക്കൊരു ട്രെയിനിങ് തരും. അത് ചിലപ്പോൾ 1 മാസമായിരിക്കും, ചിലപ്പോൾ 1 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 2-3 കൊല്ലമായിരിക്കും. അങ്ങനെയാണ് നമ്മളെ എംപ്ലോയബിൾ ആക്കുന്നത്. ഇതായിരുന്നു കൊല്ലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ചലഞ്ചുണ്ട്. സാങ്കേതികവിദ്യ വളരെ പെട്ടെന്ന് മാറുന്നതുകൊണ്ട് ഒരു കമ്പനിക്കും 6-7 മാസം ഒന്നും എടുത്ത് ഒരാളെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് ഡേ 1 തന്നെ എംപ്ലോയബിൾ ആവണമെന്നാണ്. അപ്പം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ചലഞ്ച് വന്നു. ഞങ്ങൾ സ്കില്ല് ഫോക്കസ് ചെയ്യണോ നോളജ് ഫോക്കസ് ചെയ്യണോ? സ്കില്ല് ഫോക്കസ് ചെയ്താൽ ജോലി കിട്ടും, പക്ഷെ അയാൾ ഒരിക്കലും ഗ്രോ ചെയ്യില്ല. അയാൾ ലോകത്തെ പ്രശസ്തരൊന്നും ആവില്ല. അവർ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തില്ല. അവർ ടോപ്പ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സോ അല്ലെങ്കിൽ IMFന്റെ എക്കോണമിസ്റ്റോ ഒന്നും ആവില്ല. ദേ വിൽ ഓൺലി ബിക്കം എ ട്രേഡ്സ്മാൻ സോർട്ട് ഓഫ് എ തിങ്, which is I'm not saying that's bad, but
you also require the other thing. So you really require a new challenge to the university system, that you cannot compromise knowledge for skills nor skills for knowledge. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ ക്രമത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്, എങ്ങനെ നോളജും സ്കില്ലും ഒരുമിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഷിഫ്റ്റ് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിനുള്ള ചലഞ്ചാണ്. കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്. കാര്യം നമ്മൾ വളരെ പലപ്പോഴും പറയാറുണ്ട്, ഇൻ കേരള മിസ് ദ IT ബസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് റിയലി ട്രൂ. കാരണം കേരളത്തിൽ IT കമ്പനികൾ ചിലപ്പോൾ ബാംഗ്ലൂരുമായിട്ടോ ചെന്നൈ ആയിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ IT വർക്ക് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ഗിവൺ ഡിസ്പ്രപ്പോർഷനേറ്റ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ആർ ഫ്രം കേരള. ഇന്ത്യയുടെ 3% പോപ്പുലേഷനേ ഉള്ളുവെങ്കിലും 15 മുതൽ 18% വരെ IT പ്രൊഫഷണൽസ് കേരളത്തിൽ നിന്നാണ്. വിച്ച് മീൻസ് അവർ ഹ്യൂമൻ റിസോഴ്സസ് ആർ വൺ വിച്ച് പവേർഡ് ദി IT ഇൻ ദ കൺട്രി, റൈറ്റ്? ആ ഒരു കൺസെപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ, ഈ പറഞ്ഞ ചേഞ്ചുകളൊക്കെ വരുമ്പോൾ, അതായത് ഇൻഡസ്ട്രിയൽ വേൾഡ് ചേഞ്ച് ചെയ്ത് ഡിജിറ്റൽ വേൾഡ് ആകുന്നു, ഇൻഡസ്ട്രീസിന് ഡേ വൺ എംപ്ലോയബിൾ ആയിട്ടുള്ള ആൾക്കാരെ വേണം, അതേസമയം നോളജ് ഉള്ളവരെയും വേണം, പുതിയ മേഖലയിലുള്ള ടെക്നോളജീസ് വരുന്നു. ഇതിലേക്കുള്ള ഹ്യൂമൻ റിസോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യൂറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് വി യൂസ് ടു സേ ദാറ്റ് വി നീഡ് ടു റിയലി തിങ്ക് ഡിഫറെൻ്റ്ലി. അപ്പോൾ ദർ ഇസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് മസ്റ്റ് ഹാവ് ഓൾസോ സെഡ് ദാറ്റ് you cannot make electric bulb by doing better and better candles. No, you need to make it in a completely different thought process. ആ തോട്ട് പ്രോസസ്സാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എഡ്യൂക്കേഷൻ ആവശ്യമുള്ളത്. കാര്യം പഴയ തോട്ട് പ്രോസസ്സിൻ്റെ ഒരു ലീനിയർ എക്സ്റ്റൻഷൻ അല്ല നെക്സ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഗോട്ട് ടു ബി എ കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ഫ്രം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോളജ് എന്നുള്ള ഒരു തലമുണ്ട്, അതുപോലെ അതിൻ്റെ സ്കിൽ എന്നുള്ള തലമുണ്ട്. രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ നമുക്കിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വളരെ പെട്ടെന്ന് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അറിവെന്താണ് എന്നുള്ളത് തന്നെ ടോട്ടലി പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഒരു സ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇന്നത്തെ സ്കില്ലായിരിക്കില്ല നാളത്തെ സ്കില്ല്, ഇതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ യൂണിവേഴ്സിറ്റി സംവിധാനത്തിന് ഈ മാറ്റത്തിനെ എങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ എങ്ങനെയാണ് നടത്തേണ്ടി വരിക? അത് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു ഇടപെടലാണ്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ആ ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് നടക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു റീതിങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. മെത്തഡോളജീസിൽ ഒരുപാട് മാറ്റമുണ്ട്. എൻ്റെ പെർസ്പെക്റ്റീവ് എന്താ മെത്തഡോളജി മാറ്റമുണ്ടെന്ന് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം അത് എത്രമാത്രം ചലഞ്ചിങ് ആണെന്നുള്ള കാര്യം വിൽ കം ടു ദാറ്റ്. ബേസിക്കലി നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതായത് ഒരു 100-200 ഇയേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ പേഴ്സണലൈസ്ഡ് ആയിരുന്നു, ഗുരുകുല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഒരുപാട് സ്കോളേഴ്സും ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് അത് വളരെ എലൈറ്റ് ആണ്. ഒരു ഗുരുവിന് 10-12 കുട്ടികളെ മാത്രമേ നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനൊരു അക്സസിബിലിറ്റി ഇല്ല, അക്സസ് വളരെ കുറവാണ്. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ലഭ്യമായത്. അതിൻ്റെ ഒരു ആക്ച്വൽ പ്രൂഫ് തന്നെ ഉണ്ട്. കാര്യം ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് നമുക്ക് 0.1% എങ്ങാണ്ടാണ് നമ്മുടെ GER എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വളരെ കുറവ്, 1000-ൽ ഒരാളൊക്കെയാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ നമുക്ക് പിന്നീട് വി ഹാവ് വെൻ ഫോർ മാസ് എഡ്യൂക്കേഷൻ, മാസിഫിക്കേഷൻ, ഇന്നത്തെ കോളേജുകളും എഡ്യൂക്കേഷൻ ഇത് വന്നത്. അപ്പോൾ മാസിഫിക്കേഷൻ്റെ ഫോക്കസ് എപ്പോഴും എഫിഷ്യൻസിയാണ്. എങ്ങനെ നമുക്ക് ബേസിക് ആയിട്ട് ലാർജർ നമ്പറിനെ കൺട്രോൾ കൊടുക്കാം, അവർക്കൊരു ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് ആക്സസ് കിട്ടി. പക്ഷേ വി ലോസ്റ്റ് ദറ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. എഫിഷ്യൻസി കൂടി, എഫക്റ്റീവ്നെസ് ലോസ്റ്റ് ആയി. ഇവിടെയാണ് ഈ പുതിയ മേഖല വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ടെക്നോളജീസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ബ്രിങ് സ്കെയിൽ അറ്റ് ദി സെയിം ടൈം പേഴ്സണലൈസേഷൻ. ഇപ്പോൾ ഒരു ഏജൻറ്റിക് AI ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു കാര്യമാണ്. ഏജൻറ്റിക് AI കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഏജൻറ്റുകളെ ബിൽഡ് ചെയ്യാം. ആ ഒരേ സബ്ജക്റ്റ്, ഒരു ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ ഒരു കുട്ടിക്ക് അത് മൂവിയുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കും, വേറൊരു കുട്ടിക്ക് ഫുട്ബോളിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കും. ഒരേ കണ്ടന്റ് ആയിരിക്കും. ഈ കണ്ടന്റ് ഒരു കുട്ടിക്ക് ഇഷ്ടം ഫുട്ബോൾ ആണെങ്കിൽ ആ കുട്ടിക്ക് അനുഭവേദ്യമാവുന്ന രീതിയിൽ ആ ഹിസ്റ്ററി ലെസൺ പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ ഏജന്റുകൾക്ക് കഴിയും. അങ്ങനെ നമുക്ക് കരിക്കുലം ഡിസൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സണലൈസേഷൻ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതാണ് ഫസ്റ്റ് മാറ്റമായിട്ട് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ സ്കിൽ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കിൽസ് കൊടുക്കുക എന്നുള്ളതാണ്.
ഈ സ്കിൽസ് കൊടുക്കുന്നതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം യു നീഡ് ടു ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദ ആക്ച്വൽ വർക്ക് ആസ് ഇറ്റ്. അതിന് പലപ്പോഴും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇവിടെയും ടെക്നോളജി ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ താങ്കൾ ചർച്ച മൂന്നാമതൊരു പോയിന്റ് ഉണ്ട്. അതായത് ടെക്നോളജി വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പഠിപ്പിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യം പുറത്തിറങ്ങുമ്പോഴേക്കും ആ ടെക്നോളജി ആയിരിക്കില്ല. ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ ടെക്നോളജി പഠിപ്പിക്കുന്നു. അയാൾ പുറത്തിറങ്ങുന്ന സമയം കൊണ്ട് ആ ടെക്നോളജി മാറിയിട്ട് വേറൊന്ന് വന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൂന്നാമതായിട്ട് നമ്മൾ മാറേണ്ട ഒരു കാര്യം അതാണ്. നമ്മളെപ്പോഴും പഠിപ്പിക്കുകയായിരുന്നു, പഠിക്കുകയല്ലായിരുന്നു. വി ആർ ടീച്ചിങ്, പീപ്പിൾ ആർ നോട്ട് ലേണിംഗ്. സോ വി നീഡ് ടു ആക്ച്വലി മേക്ക് പീപ്പിൾ ലേൺ. അപ്പോൾ എന്നോടൊരു IIT-യിലെ ഒരു വിദ്യാർത്ഥിനി ഒരിക്കൽ എന്താണ് IIT-യുടെ വ്യത്യാസം, IIT-യും മറ്റുള്ള യൂണിവേഴ്സിറ്റികളായിട്ടുള്ള വ്യത്യാസം, ഇപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു ലൈൻ ഭയങ്കര ശ്രദ്ധേയമായ ലൈനാണ്. പുള്ളി പറഞ്ഞു, അവർ ടീച്ചേഴ്സ് ടു ലേൺ വാട്ട് ദേ ഹാവ് നോട്ട് ടോട്ട് us. എനിക്കത് വളരെ ബ്യൂട്ടിഫുൾ ആയ ലൈനാണ്. അതായത് അവരെന്താണോ പഠിപ്പിക്കാത്തത് അത് പഠിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കും. ഇന്നത്തെ ലോകത്ത് അതാണ് വേണ്ടത്. അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നതല്ല ഒരു കുട്ടി പഠിക്കേണ്ടത്, എങ്ങനെ അതിനപ്പുറം പഠിക്കുന്നു. അപ്പം നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ഭയങ്കര റെസിലിയൻ്റ് ആവും. പുതിയൊരു സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആ ഒരു സ്കില്ലാണ് നമുക്ക് വേണ്ടത്. ആ ഒരു സ്കില്ലാണ് ശരിക്കും പഠിപ്പിക്കേണ്ടത്. എങ്ങനെ, ഹൗ ഡു യു അഡോപ്റ്റ് ടു ദ ന്യൂവർ തിങ്സ്. മീഡിയ തന്നെ എടുക്കുക, എത്രമാത്രം പുതിയ ടെക്നോളജികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മീഡിയ പേഴ്സൺസ് അതിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് അവർക്ക് ആ ലേണിംഗ് എബിലിറ്റി ഉള്ളത് കൊണ്ട്, റെസിലിയൻസ് ഉള്ളത് കൊണ്ടുമാണ്. ആ റെസിലിയൻസ് നമുക്ക് എങ്ങനെ ഇതിൽ കൊണ്ടുവരാം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് വളരെ ചലഞ്ചിങ് ആണ്. കാരണം ഞാനൊരു ക്ലാസ് പഠിപ്പിക്കുമ്പോൾ, ഒരു ലെക്ചർ പഠിപ്പിക്കുമ്പോൾ എല്ലാം എൻ്റെ കൺട്രോളിലാണ്. എഫിഷ്യൻസി ആകുമ്പോൾ ടീച്ചർ ഈസ് സെയിൻറ്റ് ഇൻ ദ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കുട്ടി സ്വയം പഠിക്കുക അല്ലെങ്കിൽ ലേൺ ചെയ്യുമ്പോൾ ദ ഓണേഴ്സ് ഓഫ് ലേണിംഗ് ഈസ് വിത്ത് ദ സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റിൻ്റെ പാത്ത് വളരെ വളരെ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനിൽ IIM പോലെയുള്ള സ്ഥാപനങ്ങൾ ഹാർവാർഡിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. കൂടുതലും കേസ് സ്റ്റഡി അപ്രോച്ചസ് ആണ്. ഇപ്പോൾ അത് കൂടുതലും ഗെയിമിംഗ് അപ്രോച്ചാണ്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ കൊണ്ടാണ് കേസ് അനലൈസ് ചെയ്യുന്നത്. അവരെന്താണ് പറയുന്നതെന്ന് അധ്യാപകന് നേരത്തെ പറയാൻ പറ്റില്ല. പക്ഷേ അധ്യാപകൻ ആ ക്ലാസ് ഓർക്കസ്ട്രേറ്റ് ചെയ്യും, കൊറിയോഗ്രഫി ചെയ്യും. അതായത് ഈ കോഴ്സിൽ നിന്ന്, ഈ ക്ലാസ്സിൽ നിന്ന് എന്താണോ കിട്ടേണ്ടതെന്ന് അധ്യാപകൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് അദ്ദേഹം പറയുകയല്ല ചെയ്യുന്നത്, ഈ ആക്ടേഴ്സിനെ കൊണ്ട് അത് ചെയ്യിക്കും. അവർ വിചാരിക്കും അവർ തന്നെ പറയണം. ദിസ് ഇസ് എ വെരി ഡിഫറെൻറ്റ് വേ ഓഫ് ലേണിംഗ്, വെരി ഡിഫറെൻറ്റ് വേ ഓഫ് ടീച്ചിങ്. നമ്മുടെ അധ്യാപകരെ അതിന് ആരും വളരെ കുറച്ച് ട്രെയിനിങ്, ഒരുപക്ഷെ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനുള്ളവർക്ക് കുറച്ച് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവാം. ചില മെഡിസിൻ പോലെയുള്ള മേഖലകളിൽ കുറച്ച് ട്രെയിനിങ്, മറ്റ് പല മേഖലകളിലും അധ്യാപകരെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഒരു ഇൻഡസ്ട്രി വേൾഡ് ലേണിങ്ങിലാണ്. അതായത് ക്ലാസ് പ്രിപ്പയർ ചെയ്യുക, നല്ല എക്സാമ്പിൾസ് കൊടുക്കുക, പുഷ് ദ നോളജ് ഇൻ ടു ദ പീപ്പിൾ. അതിൽ നിന്ന് മാറിയിട്ട് അവരെ അത് സ്വാംശീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. ഇതാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ആ ലേണിംഗ് ഓറിയൻറ്റേഷനിലേക്ക് കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ അധ്യാപകർ അങ്ങനെ ആവണം. അതായത് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പഠിപ്പിക്കാതെ തന്നെ എൻ്റെ വിദ്യാർത്ഥി പഠിക്കുന്നു എന്നത് വരുത്തുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. ആ ട്രാൻസിഷൻ വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് അധ്യാപക ലോകം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ പറഞ്ഞല്ലോ, ടെക്നോളജി നമ്മളെ പേഴ്സണലൈസേഷന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പേഴ്സണലൈസേഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് എന്ന പെർസ്പെക്റ്റീവിൽ അത് വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്നു. അതിനോട് ചേർന്ന് വരേണ്ട മറ്റൊരു തലത്തിൽ ഒരു പ്രശ്നവും നമുക്ക് കാണാൻ കഴിയില്ല. ഉദാഹരണത്തിന് അസസ്മെൻറ്റ് എന്നുള്ള ഒരു തലമെടുക്കുകയാണ്. അസസ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ വരുമ്പോൾ മെഷർ തന്നെ ഒബ്ജക്റ്റീവായിട്ട് മാറുന്ന ഒരു ട്രിക്ക് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ചോദ്യം കൊണ്ടുവരുന്നത്, ആ ചോദ്യത്തിലേക്കുള്ള ഉത്തരം ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം തന്നെ മാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയും, ഇത് കൈൻഡ് ഓഫ് നമ്മൾ എന്ത് നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ IIT-യിലൊക്കെ ഉള്ള ആ ഒരു പഠന രീതിയുണ്ടല്ലോ, നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടില്ലയോ അത് പഠിക്കണമെന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യാസമായി എൻ്റെ മനസ്സിലൊരു ഉത്തരമുണ്ട്, ആ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തണം എന്ന് പറയുന്ന തരത്തിൽ ഇതൊരു സ്ക്യൂഡ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിലേക്ക് മാറിപ്പോകില്ലേ? അതിനെപ്പറ്റി എന്താ? അബ്സല്യൂട്ട്ലി. ഇൻഫാക്ട് നമ്മുടെ ഏറ്റവും വലിയ ആർച്ചിലീസ് ഹീൽ ഓഫ് അവർ എഡ്യൂക്കേഷൻ ഈസ് അവർ അസസ്മെൻറ്റ്. കാര്യം അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കാലം മുതൽ അസസ്മെൻറ്റിനെ കുറിച്ചാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴും മുതൽ നമ്മൾ ചോദിക്കുന്ന കുട്ടിക്ക് എന്ത് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് അയാളെ അനുമോദിക്കുക അല്ലെങ്കിൽ അയാളെ റിപ്രമാൻഡ് ചെയ്യുന്നത്.
അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് മെഷറിലേക്ക്, ഒരു മാർക്ക് എന്ന് പറയുന്നതിലേക്കാണ് നമ്മുടെ ഒരു സമൂഹം തന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു ഷോർട്ടേജ് ഉള്ളൊരു സൊസൈറ്റിയിൽ അത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അത് മാറേണ്ട ആവശ്യമുണ്ട്. അസസ്മെൻറ്റ് മാറേണ്ട ആവശ്യമുണ്ട്. കാരണം അസസ്മെൻറ്റ് പലപ്പോഴും ശരിയാണോ എന്ന് തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാര്യം ചില സമയത്ത് നമ്മൾ ഈ അസസ് ചെയ്യുന്നത് തന്നെ തെറ്റായിട്ടാണ്. ഒരു വളരെ ട്രിവിയലായിട്ടൊരു എക്സാമ്പിൾ പറയാം. സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും പോയം പഠിക്കാറുണ്ട്. അപ്പോൾ അധ്യാപകൻ പറയും, പോയം ബൈ ഹാർട്ട് പഠിക്കണം എന്ന് പറയും. ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? ഹൃദയത്തിൽ തൊട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അയാൾ കാണാതെ പഠിക്കുമ്പോഴാണ്. അതായത് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അസസ്മെൻറ്റ്. ആ പോയം കാണാതെ പറയുന്ന ആളെ നമ്മൾ മാർക്ക് കൊടുക്കും. അതേസമയം ആ പോയത്തിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഒരിക്കലും മാർക്ക് കൊടുക്കില്ല. ഇത് നമ്മുടെ അസസ്മെൻറ്റിനെ നമ്മൾ അത് മനസ്സിലാക്കിയതിനെ തെറ്റാണ്. ഈ ഒരു അസസ്മെൻറ്റ് സിസ്റ്റം എഗെയിൻ ആ എഫിഷ്യൻസിയുടെ പ്രശ്നമാണ്. കാര്യം ഒരു വലിയൊരു ക്ലാസ്സിൽ 60 പേരോ 100 പേരോ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ അസസ് ചെയ്യാൻ ഒരേ ഒരു മാർഗം എനിക്ക് കിട്ടേണ്ട ഒരു ഉത്തരം കിട്ടുക എന്നതാണ്. ആ വേൾഡിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു പേഴ്സണലൈസ്ഡ് ലേണിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ അസസ്മെൻറ്റും പേഴ്സണലൈസ്ഡ് ആവണം. എല്ലാവരെയും ഒരുപോലെ അല്ല അസസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു തമാശയ്ക്ക് പറയാറുണ്ട്, മഹാഭാരത കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ കോളേജുകളായിരുന്നെങ്കിൽ ഭീമനോട് അമ്പെയ്യാനും അർജുനനോട് ഗദയെടുക്കാനും പറഞ്ഞു വരുന്നു. രണ്ടുപേരും തോറ്റുപോവുകയും ചെയ്യും. യു വിൽ നെവർ ഗോട്ട് സച്ച് പീപ്പിൾ, അങ്ങനത്തെ വീരന്മാരെ നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ പേഴ്സണലൈസ്ഡ് ലേണിങ്ങും പേഴ്സണലൈസ്ഡ് അസസ്മെൻറ്റും വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അസസ്മെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. സമ്മേറ്റീവ് അസസ്മെൻ്റ് അല്ല. സമ്മേറ്റീവ് അസസ്മെൻറ്റ് നമ്മളെല്ലാം കൂടെ അവസാനം കൊടുക്കുന്നത് അത് പലപ്പോഴും ഒബ്ജക്റ്റീവായിട്ടായിരിക്കും. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് പല രീതിയിൽ നമുക്ക് അസസ് ചെയ്യാം. അത് റൈറ്റിംഗ് ആവാം, അവരുടെ പ്രൊഡക്ഷൻ ആവാം, അവരുണ്ടാക്കുന്ന ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്ന പോലെയുള്ള റീലുകളോ അല്ലെങ്കിൽ വിഷ്വൽ എക്സ്പ്രഷൻസ് ആവാം. ഇതെല്ലാം അയാളുടെ ലേണിങ്ങിന് റിഫ്ലക്റ്റ് ചെയ്യണം. എന്താണ് അസസ് ചെയ്യുന്നത്? ഇയാൾക്ക് അത് മനസ്സിലായോ? അയാൾ പഠിച്ച കാര്യം അയാൾക്ക് മനസ്സിലായോ? അയാൾക്കൊരു പുതിയ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് മോഡൽ ഓഫ് അസസ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് പോലെയുള്ള ടൂൾ ഉള്ള സമയത്ത് വിദ്യാർത്ഥിക്ക് വളരെ എളുപ്പത്തിൽ ആ ആൻസറും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തടയാൻ നോക്കും. നമുക്കറിയാമോ എന്ത് തടഞ്ഞോ അത് ആൾക്കാർ അത് അഡോപ്റ്റ് ചെയ്യും. അതേസമയം അതിന് പകരം നിങ്ങൾ ഉപയോഗിക്കൂ. ആ ആൻസേഴ്സ് കൊണ്ടുവരിക. പക്ഷെ ഞാൻ പറയും ഒരു മാറ്റം വരുത്താൻ. അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമോ? എന്ന് വെച്ചാൽ അയാൾ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. കാര്യം ഒരു ടൂൾ കയ്യിലുള്ളപ്പോൾ അയാളത് നേരത്തെ പോലെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ടൂൾ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ആ ടൂൾ തരുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കാനും അതിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അയാൾക്ക് ഒരു ലേണിംഗ് ഉണ്ടായി എന്നുള്ളതാണ്. ആ തരത്തിൽ അസസ്മെൻറ്റ് മാറേണ്ടത് ആവശ്യമാണ്. അതൊരു ലാർജർ യൂണിവേഴ്സിറ്റി തലത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരേ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ചലഞ്ച് ഉള്ളത്. ഒരുപക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വി ട്രീറ്റ് എവ്രി സ്റ്റുഡൻറ്റ് ആസ് സെയിം. അപ്പോൾ ഞാൻ കുറച്ചു കാലം APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി KTUവിൻ്റെ വൈസ് ചാൻസലറായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒരു ഡേറ്റ എടുത്തപ്പോൾ കണ്ടതാണ്, എൻട്രൻസ് എക്സാമിനേഷന് മുഴുവൻ മാർക്ക്, മാത്സിന് മുഴുവൻ മാർക്കും കിട്ടുന്ന കുട്ടിയും 10 മാർക്ക് കിട്ടുന്ന കുട്ടിയും അവിടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. 2 ഡിഫറെൻറ്റ് കോളേജുകളിലായിരിക്കും. ഈ 2 കുട്ടിയെയും പഠിപ്പിക്കുന്നത് ഒരേ മാത്തമാറ്റിക്സ് കോഴ്സാണ്. ആലോചിച്ച് നോക്കും, ഇത്ര ഡൈവേഴ്സീവ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്കറിയാം ഇവർ ഹെട്രോജീനിയസ് ആണ്. ഇതിനർത്ഥം ഒരാളുടെ ഇൻഫീരിയറോ സുപ്പീരിയറോ എന്നുള്ളതല്ല. അവരുടെ സ്കിൽ സെറ്റ്സ് വേറെയാണ്. ഒരാൾക്ക് മാത്സ് വളരെ ഇഷ്ടമായിരിക്കും, മറ്റൊരാൾക്ക് മാത്സ് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഇവർക്ക് 2 പേർക്കും നമ്മൾ പഠിപ്പിക്കുന്നത് ഒരേ സാധനമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഫാസ്റ്റ് ലേണർ വിൽ ഗെറ്റ് ഡീമോട്ടിവേറ്റഡ്, സ്ലോ ലേണർ വിൽ നെവർ ലേൺ. ഈ ഒരു കൺസെപ്റ്റ് ഇത് KTUവിൻ്റെ മാത്രം പ്രത്യേകതയല്ല, നമ്മുടെ ലാർജർ യൂണിവേഴ്സിറ്റികൾ എല്ലാത്തിൻ്റെയും ഇഷ്യൂ ആണ്. സോ വി ആക്ച്വലി സെഡ് ദാറ്റ് ദിസ് ഇസ് സംതിങ് ടു ബി ചേഞ്ച്. ഇപ്പോൾ 2024 കരിക്കുലത്തിൽ we have actually made a change where we said that if you are a fast learner, you don't have to do that course. നിങ്ങളൊരു ചലഞ്ച് എക്സാം എടുത്തോളൂ, എന്നിട്ട് അതിന് പകരം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട വേറൊരു കോഴ്സാണെങ്കിൽ അതിലേക്ക് പോവുക. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ബിൽഡ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. ബിൽഡ് ചെയ്യാൻ പറ്റും. പുതിയ ലോകത്തിൽ നമുക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരു സബ്ജക്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ആ സബ്ജക്റ്റിൽ എനിക്ക് കൂടുതൽ ഡീപ്പറായി പോകാം, മറ്റു സബ്ജക്റ്റിൽ എനിക്ക് പെരിഫറലായിട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു അസസ്മെൻറ്റ് മോഡൽസ് മാറുകയും ചെയ്യുകയാണെങ്കിൽ
ഈ കൂടുതൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊരു സിസ്റ്റമാണ്. ഒരു എലിമെൻ്റ് മാത്രം മാറ്റിയത് കൊണ്ട് മാറില്ല. ഇത് എല്ലാ എലിമെൻറ്റും കൂടി ചെയ്താൽ മാത്രമേ, അതിനൊരു ഹോളിസ്റ്റിക് സിസ്റ്റമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു മാറ്റം വരുത്താൻ കഴിയൂ. അല്ലെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടുന്നില്ല, അപ്പോൾ ശരി ഒരു ഫിനിഷിംഗ് സ്കൂൾ നടത്താം, അല്ലെങ്കിൽ അവർക്ക് AI വന്നു, അപ്പോൾ നമുക്ക് 2-3 AI കോഴ്സ് നടത്താം ഇന്നുള്ള ഒരു മയോപ്പിക് വ്യൂ അതിന് പകരം we need to think about in a holistic manner എന്നുള്ളതാണ്. That's basically what academicians and the academic thinkers are supposed to do. നിലനിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന പോലെ ഒരുപാട് നമുക്ക് തിരുത്താനാവുന്നതും തിരുത്താനാകാത്തതുമായ ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പോലെ വളരെ നൂതനമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവയ്ക്കപ്പെട്ടപ്പോൾ പുറമേക്കൊന്നും നോക്കിയ ഒരാളെന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഘടന തന്നെ വളരെ ഡിഫറൻ്റാണ്. ഈവൻ ഇതിൻ്റെ റവന്യൂ കണ്ടെത്തുന്ന രീതിയിലാണെങ്കിലും സ്കൂൾസിനെ ഡിഫറൻ്റായിട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന രീതിയിലാണെങ്കിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദാംശങ്ങളൊന്ന് പറയാമോ? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു ചെറിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൽ കുറേയേറെ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും. ഞാനത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. പക്ഷേ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം റിലവൻ്റ് ആണ്. ഞാൻ ഐ വിൽ കം ബാക്ക് ടു ദാറ്റ്. കാര്യം മാറ്റം വരുത്തണമെങ്കിൽ പക്ഷേ ചെറിയ യൂണിവേഴ്സിറ്റി മാത്രം മാറ്റിയാൽ പറ്റില്ല. അതൊരു POC ആണ്. ഈ POC എങ്ങനെ നമുക്ക് ലാർജർ കോണ്ടെക്സ്റ്റ് അഡോപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ മാത്രമേ അതിൽ മാറ്റം വരുള്ളൂ. കാര്യം ഇപ്പോൾ ഇവിടെ ഒരു 300-400 കുട്ടികൾ മാത്രമാണ് ഒരു ഇയർ വരുന്നത്. അതേസമയം കേരളത്തിൽ പഠിക്കുന്ന 3 ലക്ഷം കുട്ടികളാണ്. അപ്പോൾ 3 ലക്ഷം കുട്ടികളിലേക്ക് വന്നാൽ മാത്രമേ ഇതിലൊരു വലിയ മാറ്റം വരുള്ളൂ. അപ്പോൾ അവിടേക്ക് എങ്ങനെ കൊണ്ടുവരണം എന്നതാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ തന്നെ വി ആർ ആക്ച്വലി എ യൂണിവേഴ്സിറ്റി ഫോർ ദ ഡിജിറ്റൽ വേൾഡ്. ഇറ്റ്സ് നോട്ട് ഫോർ ദ ഇൻഡസ്ട്രിയൽ വേൾഡ്. ഇൻഡസ്ട്രിയൽ വേൾഡിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ വേൾഡിൻ്റെ കോമ്പറ്റീഷനും ഇൻഡസ്ട്രിയൽ വേൾഡിൻ്റെ ഈ എഫിഷ്യൻസിയും മാസിഫിക്കേഷനും ഇതെല്ലാം മാറിയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് വേൾഡിലേക്ക് വരണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. അതോടൊപ്പം തന്നെ വി ഓൾസോ മെയ്ഡ് എൻ അസംഷൻ, പെർഹാപ്സ് ഇസ് എ റൈറ്റ് അസംഷൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, എവറിത്തിങ് ഈസ് നൗ ഹാവിങ് എ ഡിജിറ്റൽ ലെയർ. അത് നമ്മൾ ഏത് മേഖല എടുത്താലും അതിനകത്തൊരു ഡിജിറ്റൽ ഇല്ലാതെ ഇനി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഒരുപക്ഷെ ബോട്ടണി ആയിരിക്കും. ബോട്ടണിക്കാരനും നെക്സ്റ്റ് ലെയറിൽ ഒരു ഡിജിറ്റൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെഡിസിൻ്റെ നൊബേൽ കിട്ടിയത് ക്രിസ്പറിനാണ്. അപ്പോൾ അതായത് അതൊരു ജനറ്റിക് ടെക്നോളജി വിച്ച് ഇസ് യൂസിങ് ദ ഡിജിറ്റൽ ആൻഡ് റിലേറ്റഡ് ടെക്നോളജീസ്. അപ്പോൾ അങ്ങനെ ഒരു നെക്സ്റ്റ് ലെയർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ഏത് മേഖലയിൽ നിന്നുള്ള സ്റ്റുഡൻസിന് വരാം. അവരെ നമ്മൾ ഡിജിറ്റൽ ടെക്നോളജിയിലേക്ക് വഴി അവർ പഠിച്ച സബ്ജക്റ്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ലൈഫ് സയൻസസ് പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ ബയോ AIയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഡ്രഗ് ഡിസൈനോ കമ്പ്യൂട്ടേഷണൽ സയൻസസിലേക്കോ പോകാം. അല്ലെങ്കിൽ ജിയോഗ്രഫി പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ ജിയോ സ്പേഷ്യൽ പോലെയുള്ള മേഖലകളിലേക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ എഡ്യൂക്കേഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്കില്ലും നോളജും ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഫോർമേഷൻ തന്നെ ഉള്ളത്. കാര്യം ഈ ഡിജിറ്റൽ വേൾഡിൽ അത് അത്യാവശ്യമാണ്. അതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അധ്യാപകർ സ്കിൽഡ് ആയിരിക്കണം. അവർക്ക് നോളജ് ഉണ്ട്. കാര്യം അവർ ഒരു അക്കാഡമിക് പ്രോസസ്സിൽ കൂടെ പോകുന്നതുകൊണ്ട് അവർക്കൊരു നോളജ് ഗെയിനിങ്, നോളജ് ജനറേഷൻ പ്രോസസ്സ് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു നല്ല PhD പ്രോഗ്രാമിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പഠിക്കുന്ന ഒരാൾക്ക് നോളജ് എന്തായാലും ആ ഒരു പ്രോസസ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കില്ല് അവർക്ക് ജനറേറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ലൈവ് പ്രോജക്ട്സ്. അത് റിസർച്ച് പ്രോജക്ട്സ് ആവാം, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ് ആവാം, IT പ്രൊജക്റ്റുകളാവാം. ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലേക്ക് വരണം. അത് ഇൻഡസ്ട്രി ലെവലാവുകയും വേണം. വെറുതെ ഒരു സോഫ്റ്റ്വെയർ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരിക്കലും ഒരു സ്കില്ലാവുന്നില്ല. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു തേർഡ് വെർട്ടിക്കലായിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഫോക്കസ് ചെയ്തത്. ദാറ്റ് ആക്ച്വലി നൗ ബിക്കം അവർ റവന്യൂ എഞ്ചിൻ ഓൾസോ. അപ്പോൾ ഇവിടെ അധ്യാപകർ ലാർജ് സ്കെയിൽ IT പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൻ്റെ മൊത്തം പ്ലാനിങ് നടക്കുന്ന സോഫ്റ്റ്വെയർ ആവട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 100 ദിന പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഡാഷ്ബോർഡ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ പ്രൊജക്റ്റുകളെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ടീമും മോണിറ്റർ ചെയ്യുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഏരിയയാണ്. ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വെറ്റിനറി ക്ലിനിക്കുകൾ മുഴുവൻ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. ഇതെല്ലാം എൻ്റർപ്രൈസ് ലെവൽ സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ എൻ്റർപ്രൈസ് ലെവൽ സോഫ്റ്റ്വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് ഇൻഡസ്ട്രി അഡോപ്ഷൻ പ്രാക്ടീസ്.
അപ്പോൾ വളരെ അടുത്ത് ഈ ഏപ്രിൽ മാസം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെൻറ്റ് ടീമിന് ഗ്ലോബൽ റെക്കഗ്നിഷനായിട്ടുള്ള CMMI അക്രഡിറ്റേഷൻ കിട്ടി. അത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഡസൻ കമ്പനികൾക്ക് ഉണ്ടാവുമായിരിക്കും മാക്സിമം, മാത്രമേ ഉള്ളൂ IT കമ്പനികൾക്ക്. ആ ഒരു കമ്പനികൾക്ക് കിട്ടുന്ന ഒരു ഗ്ലോബൽ പ്രോസസ് മെച്യൂരിറ്റി നമ്മുടെ ഡെവലപ്മെൻറ്റ് ടീമിന് കിട്ടി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈവ് ചെയ്യുന്ന ഫാക്കൽറ്റിക്ക് എക്സാക്ട്ലി എന്താണ് ഇൻഡസ്ട്രി നടക്കുന്നത് എന്ന് മനസ്സിലാവുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന്, അത് നമ്മൾ രണ്ട് രീതിയിൽ എടുക്കാറുണ്ട്. ഒന്ന് അവർക്ക് ഇൻറ്റേൺ ആയിട്ട് പോകാം, മറ്റത് നമുക്ക് ഏൺ ബൈ ലേൺ ആയിട്ട് ഈ കുട്ടികൾക്ക് ഇതിൽ വർക്ക് ചെയ്യാം. അവർക്കും ആക്ച്വൽ ലൈവ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യണം. അതായത് ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടി ഫ്രഷർ അല്ല, ഫ്രഷർ എന്നുള്ള പേരിൽ കോളേജിൽ നിന്ന് ഇറങ്ങരുത് എന്നുള്ളതാണ്. he or she should actually be a trained person who should be at par with a person who worked in industry for at least 1 or 2 years. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു കോഴ്സുകൾ ഡെവലപ്പ് ചെയ്തിട്ട്. അതോടൊപ്പം അതേപോലെ തന്നെ റിസർച്ചിൽ നമ്മൾ ലാർജ് റിസർച്ച് പ്രൊജക്ട്സ് എടുത്ത് ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുമോ. അതായത് ഒരു 2 ലക്ഷത്തിൻ്റെ 3 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റുകൾ, ഹൺഡ്രഡ്സ് ഓഫ് ക്രോസ് അങ്ങനെയുള്ള പ്രൊജക്റ്റ് എടുത്തിട്ട് അങ്ങനെ നമുക്ക് ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെ പുതിയ മേഖലയിലേക്ക് വേണ്ടിയിട്ടുള്ള ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്യുക, പുതിയ മേഖലയിലേക്ക് വേണ്ടി എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പൊസിഷൻ ചെയ്യാം എന്നതാണ്. ബട്ട് ആസ് ഐ സെഡ്, ഇറ്റ്സ് വെരി സ്മോൾ, ഇറ്റ്സ് ഓൺലി 5 years old. നമ്മൾ ഇതെല്ലാം ഒരുപാടെണ്ണം ഡ്രീമുകളും കൂടിയാണ്, എല്ലാ ഡ്രീമുകളും റിയലൈസ്ഡ് ആയിട്ടില്ല. പക്ഷേ ഇത് ഒരു ലാർജർ യൂണിവേഴ്സിറ്റി കോണ്ടക്സ്റ്റിൽ കൊണ്ടുവരുമ്പോഴാണ് ഇതിനൊരു റിലവൻ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞ എസ്റ്റാബ്ലിഷ്ഡ് ആയ യൂണിവേഴ്സിറ്റിയിൽ മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ. എനിക്ക് തോന്നുന്നത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ് എന്നെ ഇരിക്കുന്നത്. കാര്യം ഒരു 2 എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്ന് കോഴിക്കോട് ഗവൺമെൻറ് സ്കൂളാണ്. ഒരു അത്ര വളരെ നന്നായിട്ട് നടന്ന സ്കൂളൊന്നും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ വിചാരിച്ചു, വൈ കോണ്ട് വി ആക്ച്വലി മേക്ക് ഗവൺമെൻറ് സ്കൂൾസ് റിയലി ഗുഡ്. കാരണം നമുക്കറിയാം കുട്ടികൾ ഇപ്പോഴല്ല, ആ കാലത്ത് പ്രൈവറ്റ് സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളിനെ മുകളിൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നല്ല അധ്യാപകരുള്ളത് ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഗവൺമെൻറ് സ്കൂൾസിനെ നമുക്ക് ശരിക്ക് കോമ്പീറ്റൻ്റ് ആയിക്കൂടാ? ദാറ്റ്സ് ബേസിക്കലി വെയർ വി ക്രിയേറ്റഡ് എ പ്രൊജക്ട് കോൾഡ് പ്രിസം. ആ പ്രിസം പദ്ധതിയുടെ ഉദ്ദേശം ഇതാണ്, ഹൗ ക്യാൻ വി ആക്ച്വലി കൺവേർട്ട് ഗവൺമെൻറ് സ്കൂൾസ് ഇൻ ഇൻ്റർനാഷണൽ ക്വാളിറ്റീസ്. ഇന്ന് ആ സ്കൂള് ഇന്ത്യയിൽ ഗവൺമെൻറ് സ്കൂളാണ്, ഗേൾസ് സ്കൂളാണ്, റേറ്റഡ് ഇൻ ദ ടോപ്പ് 3 സ്കൂൾസ് ഇൻ ദ കൺട്രി. അതൊരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനകത്ത് ചെയ്തതാണ്. നടക്കാവ് സ്കൂളാണ്. ആ സ്കൂളിനെ മോഡൽ ചെയ്തിട്ടാണ് പിന്നീട് പല ചേഞ്ചുകളും കേരളത്തിൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ, അതായത് ഹൈസ്കൂൾ എഡ്യൂക്കേഷനിൽ വന്നത്. കാര്യം ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ് ആയിരുന്നു. ഇതേ സാധനമാണ് ഗേറ്റ്വേയിലും നമുക്ക് കുറച്ചൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. നല്ലൊരു ടീമുണ്ട്. അതായത് എങ്ങനെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ കഴിയും, എങ്ങനെ നമുക്ക് പല ലേണിംഗ് പാത്ത്സ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ പഠിക്കുന്നതിനകത്തുകൂടി ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ അയാൾക്കൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ പാരലായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സിറ്റി ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊരു നല്ല വിഷനും നല്ലൊരു ടീമും ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു സൈഡിൽ മാറ്റം ഇല്ല എന്ന് പറയുമ്പോൾ മറ്റേ സൈഡിൽ നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അങ്ങനെയുള്ള ഒരു എക്കോസിസ്റ്റം ഉള്ളതാണ്. ഒരു വലിയ മാറ്റം ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ വരണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ആക്ച്വലി think really differently and then translate it.